ഇയാളുടെ സുഹൃത്തിനെ മുതലകൾക്ക് ഭക്ഷണം നൽകുന്നത് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. എന്നാൽ അയാൾ പ്ലാറ്റ്ഫോമിന് നേരെ നടന്നപ്പോൾ സുഹൃത്ത് വേഗത്തിൽ തടിക്കടത്ത് പാലം മാറ്റി. വിശന്ന മുതലകളുടെ മുന്നിൽ അവൻ ജെസ്സിയെ ഒറ്റയ്ക്കാക്കി. സുഹൃത്ത് കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ ജെസ്സിയെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പക്ഷേ ജീവനോടെയിരിക്കാൻ അയാൾ നിലത്ത് ചിതറിക്കിടന്ന ഇറച്ചി കഷ്ണങ്ങൾ പെട്ടെന്ന് എടുത്ത് മുതലകൾക്ക് നേരെ എറിഞ്ഞു. അത് അവരുടെ വിശപ്പ് കുറച്ച് സമയത്തേക്ക് ശമിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ മുതലകളുടെ വിശപ്പ് ശമിക്കുന്നതിന് പകരം അത് വർദ്ധിച്ചു. ഇത് കണ്ടപ്പോൾ ജെസ്സി പേടിച്ച് ചുറ്റും നോക്കി. പെട്ടെന്ന് അയാൾ കാട്ടിൽ ഒരു ചെറിയ തോണി കണ്ടു. അയാൾക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. വേഗത്തിൽ തന്റെ മാഗ്നറ്റിക് വാച്ച് ഓണാക്കി 10 മീറ്റർ അകലെയുള്ള തോണിക്ക് നേരെ ചൂണ്ടി. ചെറിയ തോണി ചലിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഒരു പ്രതീക്ഷയുടെ കിരണം കണ്ടു. പക്ഷേ തോണിയുടെ പിൻഭാഗം അവന്റെ സുഹൃത്ത് കെട്ടിയിട്ടിരിക്കുകയാണെന്നും താൻ 5 മുതലകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. രക്ഷപ്പെടാൻ സമയം കിട്ടുന്നതിനായി അയാൾ വേഗത്തിൽ അവസാനത്തെ ഇറച്ചി കഷ്ണം എറിഞ്ഞു. പക്ഷേ ഈ ഇറച്ചി കഷ്ണം മുതലകൾക്ക് മതിയായിരുന്നില്ല. പകരം കൂടുതൽ മുതലകൾ അവന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെട്ടു. ജെസ്സി മരണത്തെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ പിന്നിലുള്ള മുതലകൾ നേർരേഖയിൽ നിൽക്കുന്നത് അവൻ കണ്ടു. ഇതാണ് തന്റെ അവസാനത്തെ വഴിയെന്ന് മനസ്സിലാക്കി അയാൾ ആഴത്തിൽ ശ്വാസമെടുത്ത് ഓടി. ഭാഗ്യവശാൽ നിരവധി അപകടകരമായ കുതിപ്പുകൾക്ക് ശേഷം അയാൾ ഒടുവിൽ മുതലക്കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ജെസ്സി ഉടൻ തന്നെ അവിടെ നിന്ന് പോകാൻ തിടുക്കം കാണിച്ചില്ല.